ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ വീഡിയോസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്തിട്ടും പോസ്റ്റൊക്കെ ചെയ്തിട്ടും. അപ്പോൾ ഇത്രയും ദിവസം സുഖമില്ലാതെ അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫേസ് കണ്ടാൽ ഇങ്ങനെ സുഖമില്ലാത്ത പോലെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. കിയാരക്കാണെങ്കിൽ നല്ല ഉറക്കവുമാണ്. ഞാൻ വിളിക്കാൻ പോയിട്ടില്ല, ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞു. കുറച്ച് ദിവസമായി ഈ ഒരു സാധനം ഫ്രിഡ്ജിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൾ എഴുന്നേറ്റാൽ എന്തായാലും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി വരുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഒന്നും കൊടുക്കുന്നില്ല. നല്ല ഉറക്കിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എഴുന്നേൽപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആൾ തന്നെ ഇപ്പോൾ എഴുന്നേൽക്കും. ഈ അസുഖം വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് വരുന്നതെന്ന് പറയാറില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് സിസ്റ്റർ റിമൂവ് ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് ജലദോഷം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കിയാരയ്ക്കും കൂടി. കിയാരയ്ക്കാണ് ആദ്യം വന്നത്, കുറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തിട്ട്. പിന്നെ എനിക്ക് വന്നതിന് ശേഷം ആൾക്ക് നല്ലോണം കൂടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് അമ്മയ്ക്ക് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, പനിയൊക്കെയാണ്. ഒരാൾ എഴുന്നേറ്റു. എന്ത് എന്ത് ഇപ്പൊ എണിച്ച ഉടനെ ഫുഡൊന്നും കഴിക്കില്ല. കുറച്ച് ഫീഡ് ചെയ്താലേ ആളെന്തേലും കഴിക്കും. പിന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കരയുന്നുള്ളതാണ്. ഞാനിങ്ങനെ കഞ്ഞിക്ക് ഉപ്പിടുന്ന സമയത്ത് ഞാനിങ്ങനെ കയ്യിൽ പിടിക്കും ഉപ്പ്. അപ്പോൾ ഇവളതിൻ്റെ എടുത്തിട്ട് നക്കാറുണ്ട്. ഇപ്പം അത് ഓൾറെഡി നക്കി കഴിഞ്ഞു, അതുകൊണ്ട് സ്പൂൺ എടുക്കാൻ പോകുന്നുള്ളതാണ്. ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. ഉപ്പ് എടുത്തു, ഉപ്പ് തൊട്ടുട വെക്കുന്നേ വെള്ളം. വെക്ക്, വെള്ളം വെക്കാടാ. ഗുഡ് ഗേൾ. ക്ലാപ്പ് ക്ലാപ്പ്. അവിടെ വെക്ക് വെള്ളം. ഇന്നിവക്ക് ഈ ഒരു കസേരയിൽ ഇരുത്തിട്ട് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു. അതാ പക്ഷി കരയത്. ഇപ്പൊ കഴിക്കുന്നൊന്നുമില്ല. എന്ത് കൈ ബാക്കിയായിട്ടുണ്ടായാ. ഇത്രയൊക്കെ ബിൽഡപ്പ് ഇട്ടിട്ട് ആള് കഴിക്കുന്നൊന്നുമില്ല. നോക്ക്. അതാ ചക്കീൻ്റെ അടുത്ത് പോണ്ടേ. ചക്കീൻ്റെ അടുത്ത് പോണ്ടേ. കിയാരാമാക്കുന്ന നോക്കാം. ആമാക്ക് വേഗം. അവസാനം ഇപ്പൊ ഇതാണ് അവസ്ഥ. അതിൻ്റെ ആ ഒരു ടേബിൾ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വെളിച്ച കിയാരനെ നോക്ക്. ആമാക്കുന്നില്ല. അതാ വെളിച്ച നോക്കുന്നതാ. നോക്ക് വെളിച്ച നോക്കുന്നത്. അതാ വെളിച്ച നോക്കുന്നതാണ് ഫോട്ടോയില്. അത് വല്യമ്മ അല്ലേ? വെളിച്ച നോക്കുന്നു. മാമന്റെ വണ്ടി എടുത്തു. മാമന്റെ വണ്ടി. നീ ഇരിക്ക്. അവസാനം കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് കുറച്ച് കഴിച്ചു ഫുഡ്. എന്നിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉറക്കം ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. കിയാരക്ക് ഉറക്കം വരുന്ന? കിയാരക്കുട്ടി ഉറക്കം വരുന്ന? ഒന്നും കൂടി ഫീഡ് ചെയ്തിട്ട് ഉറങ്ങുന്നോ നോക്കാം. എന്തുണ്ടാടാ? എന്തുണ്ട്? എന്തിയെ? കാറിലിരിക്കും. കാറിലിരിക്കും.
കാർ കൊടുത്തു. ആടെ വേറെ എന്തുണ്ട് നോക്കട്ടെ. ഓ വാളന്റെ കഷ്ണോ നോക്കട്ടെ, കാണിക്ക് വാളന്റെ കഷ്ണം. അന്ന് അടൂർന്ന് വാങ്ങിയ വള ആളിട്ടിട്ടേ ഇല്ല. ഫുള്ള് ഇവിടെ എവിടേക്കോ ഉണ്ട് വള. ലെഫ്റ്റ് ഹാൻഡിൻ്റെത് മുഴുവനും ആള് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം റൈറ്റ് ഹാൻഡിൻ്റെതും ആളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളയും ഇല്ല. മാല പിന്നെ ഓൾറെഡി അവൾക്ക് ഞാൻ ഇടാറില്ല. കാരണം അവളുടെ കഴുത്ത് ഇങ്ങനെ കുറച്ച് ഇറുങ്ങിയ പോലെയാണ്. അത് കുറച്ച് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ 2 ദിവസമായിട്ട് ഒരു കാലിൽ പാദസരം ഉണ്ട്, മറ്റേ കാലിൽ പാദസരം ഇല്ല. കാരണം അത് കൊളുത്ത് ഇങ്ങനെ എളിറ്റ് വീണതായിരുന്നു. അപ്പം നല്ലോണം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം എനിക്കത് ഇടാൻ പറ്റിയില്ല. പിന്നെ ഹസ്ബൻഡിനോട് പറയണമെന്ന് വിചാരിക്കുമ്പോൾ ഇന്നലെ രാത്രി നോക്കി ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾക്കും അതിന് പറ്റിയില്ല. പിന്നെ ഇത് കുറച്ച് മുറിയുന്നത് പോലെ ഇവളിപ്പോൾ കുറച്ച് വലുതായല്ലോ. അപ്പോൾ മാറ്റേണ്ടി വരും എന്ന് തോന്നുന്നു പാദസരം. ഇരിക്ക് കയറ്. എന്താ കയറാൻ കഴിയാത്ത ഇപ്പൊ നിനക്ക്? ബിജി ബിജി ബിജിയാ? പോയില്ലേ വണ്ടിയിൽ പോ. എന്ത് എന്ത് എന്ത്? ഓ ഓ എന്തുണ്ട് മോളില്? ബേബിയാ? പോ. ഒരു 2 സെക്കൻഡ് ഇരിക്കും, എന്നിട്ട് എഴുന്നേക്കും. ഇതന്നെയാണ്. നീ ഏടെ ഇരുന്നിനെ? ഏടെ ഇരുന്നിനെ? എൻ്റെ വയറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് തുള്ളാൻ നല്ല രസമാണ് ആൾക്ക്. മുടിക്കിട് ഹെയർ ബാൻഡ് തലയിൽ വെക്ക്. തല 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 എടുത്തു. ഇതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടെല്ലാം എന്തോ പോലെ ആയിട്ടുണ്ട്. ഹെയർ ബാൻഡൊക്കെ അവിടെ വെച്ചിട്ട്. തലക്ക് വെക്ക്. അമ്മ വെച്ചേർട്ടാ. തലക്ക് വെച്ചേർട്ടാ. ഇട തലയിൽ വെക്ക്. അമ്മ വെച്ചിരുന്നു. പോന്നണ്ട. എൻ്റെ ചെരുപ്പ്. ഇപ്പോൾ ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചെരുപ്പ് തരുന്നുള്ളതാണ് ഇടാൻ വേണ്ടിയിട്ട്. പുറത്ത് തുണി ആറിയിട്ടിട്ടുണ്ട്. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് എന്നെക്കാളും മുമ്പേ ആള് പോകുന്നുണ്ട്. എന്നെ വലിച്ചോണ്ട് പോകുന്നു. എടുത്തേക്ക്. വെയില് കണ്ട? വെയില് നോക്ക്. നീ വരണ്ട. അമ്മ എടുത്തിട്ട് വരുന്നു തുണി. അമ്മ തുണി എടുത്തിട്ട് വരുന്നു.
വെയിലുണ്ട്. ഏയ് ഓയ് ഇതാ വാ, വെയിലിനെ വാ. അതാ പാമ്പി. ഞാൻ പോന്ന്. ഏയ് ഇവക്ക് വെയിലും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ. എനിക്കിനെ ഏയ് പിന്നെ കളിക്കാം വൈകുന്നേരം വാ. ഇപ്പൊ വെയിലിക്കാരാ. കല്ല് ചാട്, കല്ലെറി ചാട്, അപ്പുറത്ത് ചാട്, കല്ല് ചാട്. വാ പോവാ. വാ. അയ്യോ അയ്യോ അയ്യോ. ഈ ഒരു മഞ്ച് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ആളുടെ കയ്യിൽ കൊടുത്തതാണ്. ഇത് പക്ഷെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. വലിയ പാക്കാണ് മഞ്ചിന്റെ, കിങ് സൈസ്. നമ്മളിത് കഴിക്കാൻ പോവാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഏത് കയ്യിൽ തിന്നുന്നേ? തീർന്നു. ഇതൊക്കെ ഇനി എപ്പോ തിന്നിട്ടാവും അറിയില്ല. ഇന്നാവോ തിന്നിട്ട്? ഇങ്ങനത്തെ ചോക്ലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളന്ന് ഫുൾ അടിയായിരിക്കും. കാരണം എനിക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലോ. മഞ്ച് കഴിച്ചിട്ട് ഇതാ ആള് പുറത്തിറങ്ങിയിട്ടുണ്ട്, കല്ലും കയ്യിൽ പിടിച്ചിട്ട്. ഏയ് വാ. ഇപ്പൊ വാതില് തുറന്നാലുള്ള പ്രശ്നം ഇതാണ്. ഗംഗ എവിടെ വരെ പോകുന്നു നോക്കാം.
കള്ള നോട്ടം നോക്കുന്ന എങ്ങനെ കിയാര? കള്ള നോട്ടം നോക്ക്. ഏയ് വെയിൽ കൊണ്ടതിന്റെ ക്ഷീണം. കുടിക്കേ. ആ മയില് പോയി. അതില് പോയി. നീ പിന്നെ ഉണ്ടാക്കിയെന്തിനി? ഇവിടെ ഞാൻ എടുക്കാൻ പോകുമ്പോൾ എന്തോ സൗണ്ട് ആക്കിയതിൽ മയിൽ ഓടിപ്പോയി. മതിയാ? ഞാൻ അവിടെ ഇരുന്നിട്ട് വെയിൽ കൊണ്ടതിന്റെ ക്ഷീണം എനിക്കുണ്ട്. കാരണം നല്ല വെയിലാണ്. ഒരു ഉമ്മ തരുമോ നമുക്ക്? ഒരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തരുമോ നമുക്ക്? ഇത് എടുത്തേക്ക് ഒരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തരുമോ? പ്ലീസ് പ്ലീസ് ഒരു ഉമ്മ തരും. എടുത്തേക്ക് ഒരു ഉമ്മ. ഉമ്മ തന്നെങ്കിൽ ഐസ്ക്രീം തരും. കണ്ട? ഇപ്പൊ സമയം 7:20. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. അമ്മ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയമായിട്ട് അമ്മനെ കാണുന്നില്ല. കുറേ ലേറ്റായി. അമ്മമ്മേന്റെ ബാഗിൽ അമ്മ വരുമ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ മീനും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില, കുഞ്ഞുമത്തി, കൂന്തല്, പിന്നെ ബേളൂരി എന്ന് പറയുന്ന ഒരു മീനുമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം രാത്രിയിൽ അയില ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ കൂന്തൽ വറവും അയില മുളകിൽ വെച്ച കറിയുമാണ്. അപ്പോൾ ഒക്കെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫുഡും കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ദോശയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ദോശയും അയില ഫ്രൈയും കൂന്തൽ വറവും പിന്നെ നല്ല അയില മുളകിൽ വെച്ച കറിയും ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന തിരക്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പകുതി ആകുമ്പോഴായിരുന്നു വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. 11:30 കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബും കൂടി ചെയ്യണേ. ടാറ്റാ ബൈ ബൈ. ലൈറ്റ് ഓഫ് ആക്കുക.